പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്, പുന്നപ്ര സ്വദേശിയാണ്. അതായത് എവിടെ പോയാലും സ്കേറ്റിംഗ് ബോർഡിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അജയ് എന്നാണ് പേര്. ഇന്ന് അദ്ദേഹം ഞാൻ ചെന്നപ്പോൾ ഇതിപ്പോൾ പറവൂര് കിഴക്ക് ഒരു നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവിടെ സ്ഥിരം അദ്ദേഹം ഈ സമയത്ത് കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പയ്യനാണ് കേട്ടോ, 10-21 വയസ്സേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വഴി വരും. ഇപ്പോൾ വീട്ടിൽ പോകണമെങ്കിൽ അജയന് ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. നോക്കാം. ആ വരുന്നുണ്ട്. ആയി ബാ. ഞാൻ പറഞ്ഞ ആള് വരുന്നുണ്ട് കേട്ടോ. മതി 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 മതി. അജയ്, ഞാൻ വീട്ടിൽ ചെന്നായിരുന്നു കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഇവിടെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ട് വിശേഷം? ഒന്നുണ്ട്? സുഖം. എല്ലാം കഴിച്ചോ? ആണോ? അമ്പലത്തിൽ കഴിച്ചോ? ഇത് അറവാട് അമ്പലത്തിൽ നിന്നാ? പ്രിയരെ, ഇതാണ് ഞാൻ പറഞ്ഞ അജയ് അല്ലേ? അജയ് 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 പുന്നപ്ര അങ്ങനെ അറിയപ്പെടണം. ഓക്കെ, അപ്പൊ ഇന്നു മുതൽ അജയ് പുന്നപ്ര എന്നറിയപ്പെടും. ഓക്കെ, ഇത് കാണുന്ന പ്രേക്ഷകര് തീരുമാനിച്ചു അജയ് പുന്നപ്രയാണെന്ന്. ഓക്കെ, അജയ് എന്റെ പ്രിയ സുഹൃത്ത് രജിയുടെ മകനാണ്. അമ്മ വീഡിയോയിലേക്ക് പേര് സിന്ധു. പിന്നെ അനുജനുണ്ട് വിജയ്. അജയ് വിജയ് അല്ലേ? ഒരു സിനിമയിലെ പോലെ. അമ്മൂമ്മ അച്ഛൻ 3 വർഷമായി. എൻ്റെ കൂട്ടുകാരനായിരുന്നു രജി. അജയുടെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. അജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കേറ്റിംഗ് ബോർഡിലാണ് എവിടെ പോകുന്നത്. ഞാനൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ചേർത്തല ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ അവിടെ നിന്നൊക്കെ ചേർത്തല പോകും, പിന്നെ എറണാകുളത്ത് പോകും, പിന്നെ അങ്ങോട്ട് കൊല്ലത്ത് പോകും. എല്ലാ ഇതിലാണ്, എല്ലാം ദൂരം അടുത്തുള്ള എല്ലായിടത്തും പോകുന്നുണ്ട്. ആണല്ലേ? ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ തന്നെ പഠിച്ചു. പഠിച്ചാണോ? അതെങ്ങനെ? അത് ഞാൻ അച്ഛനടുത്ത് പറഞ്ഞ അച്ഛൻ മേടിച്ചെന്ന്. കൂട്ടുകാരന്റെ ബോർഡിനകത്താണ് അവന്റെ ആദ്യം ഞാൻ മേടിച്ച് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് അച്ഛൻ മേടിച്ചത്. അത് ഒടിഞ്ഞു പോയി. പിന്നെ കൂടിയ ബോർഡായി. പക്ഷെ ഞാൻ പഠിച്ചെടുത്തത്. അത് ചെറിയ ഓടിച്ച് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഹൈവേ കൂടെ കയറ്റി, ഹൈവേ ഓടിച്ച് എല്ലാവരും ഓട്ടോക്കാരുടെയും ബസ്സുകാരുടെയും വഴക്കെല്ലാം കയറ്റി എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കയറി വന്ന് ഞാൻ പഠിച്ചെടുത്ത് ലാസ്റ്റ്. ഓക്കെ, അപ്പം അജയ്ക്കൊരു ആഗ്രഹം എന്നോട് പറഞ്ഞ, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അജയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് അജയ് സാമ്പത്തികം ഇല്ലാത്തൊരു അവസരത്തില് തന്നെ പഠിച്ചതാണ്. അതുകൊണ്ട് അജയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ എന്നോട് പറഞ്ഞു തരുന്നു. ഇത് പഠിക്കാൻ താല്പര്യമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അജയ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തയ്യാറാണ്. നല്ല മനസ്സിന് നന്ദി കേട്ടോ. പിന്നെ ഒപ്പം തന്നെ വേറെ ചില വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. എനിക്ക് അയ്യടുത്ത് അറിയുന്നു കേട്ടോ, നാട്ടുകാരായിട്ടായാലും. ഇടയ്ക്ക് പാട്ടൊക്കെ പാടുമല്ലേ? നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടാവോ? താരക പെണ്ണാളെ തരുംവാഴും വിളിയാളെ തമ്പുരാനെത്തിയിടും മുന്റെ കരിങ്കാലത്തോറ പറിച്ചാട്ടെ തക താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര തകതിനന്തക താനതിനന്തകത്തെയ്താര തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര പെറ്റവതിന്നവളെ തത്തച്ചുണ്ടുള്ള മമ്മുറുക്ക് അന്തിക്ക് ഒരുക്കി പേരുന്നത് വീണത് ചെറ്റിലാണ് തക താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര. പ്രിയരെ, അജയ് ഒരു കലാകാരനും സ്പോർട്സ് താരമാണല്ലേ? മെയിൻ സ്പോർട്സ് ആണ്. അപ്പൊ ഈ സ്പോർട്സ് താരത്തിന്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഒളിഞ്ഞ് കിടപ്പുണ്ട് അല്ലേ? അപ്പം പ്രിയരെ, അത് നീന്തലൊക്കെ ചെയ്യുന്നു. ആണല്ലേ? അവിടെ കുളിക്കും, കടലിൽ കുളിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ. അപ്പം അജയുടെ ഈ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ശരി. താങ്ക് യു. കൂടെ